ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെല്ലാവരും തയ്ക്കുന്നവരാണ്. തയ്ക്കുന്നത് നമുക്ക് നല്ലൊരു വരുമാനം നേടാൻ കൂടിയിട്ടാണ് നമ്മൾ ആദ്യം ഒക്കെ ഈ ഒരു തയ്യൽ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. പല പല കാരണങ്ങൾ കൊണ്ടും നമ്മളത് ഇടയ്ക്ക് വെച്ച് പലരും അത് നിർത്തിപ്പോകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ ചിലവഴിക്കുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ആ ഒരു മേഖലയിലൂടെ കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പൊക്കെ തോന്നിയിട്ട് ആ ഒരു തയ്യൽ മേഖലയിൽ നിന്ന് അകന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ, ഈ ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും വരുമാനം നേടിത്തരുന്ന ഒരു മേഖലയാണ് തയ്യൽ മേഖല എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു മേഖലയിൽ നല്ല ലാഭത്തോടെ നല്ല വരുമാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ എവിടെയാണോ പൗസായി നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്കിന്ന് തുടങ്ങാം. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവർക്കും ഈ മേഖലയിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് അധികം മുടക്കുമുതലില്ലാതെ വീട്ടിലിരുന്ന് തയ്ച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് തയ്യൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ആശയങ്ങൾ മാത്രമല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസാണ്. ഇതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ സെയിൽസും എല്ലാം ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ പ്രോഡക്റ്റ്സും നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഏറ്റവും യോജിക്കുന്നത് ഏതാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ പ്രോഡക്റ്റും, ഞാനിതിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്ത് നോക്കി നല്ല സെയിലുണ്ടായ ഒരു 10-15 പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏകദേശം 10-30 ഒരു ദിവസം സെയിലായിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രഞ്ചീസാണ്. ഇത് നമ്മൾ തയ്ക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്ക്രഞ്ചീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബിസിനസ് വളരെ നല്ല രീതിക്ക് നടക്കുന്നതുള്ള ഷോപ്പുകളിലും ഇൻസ്റ്റഗ്രാമിലും ഏറ്റവും കൂടുതൽ എഡ്സൈ സൈറ്റിലുമാണ് സ്ക്രഞ്ചീസ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഞാൻ എഡ്സൈയിലാണ് ഏറ്റവും കൂടുതൽ സ്ക്രഞ്ചീസ് സെയിലാക്കാറുള്ളത്. ഇൻസ്റ്റഗ്രാമിലും നമ്മൾ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഓർഡേഴ്സ് കിട്ടുമ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു 10 ഇൻസ്റ്റഗ്രാം വഴിയാണ് സെയിൽ നടക്കുന്നത്. പക്ഷേ നമ്മൾ എഡ്സൈ വഴി സെയിൽ ചെയ്യുമ്പോൾ ബൾക്കായിട്ട് ഒരു 300-400 ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ സ്ക്രഞ്ചീസ് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ്. ഞാൻ ആദ്യമായിട്ട് എഡ്സൈയിൽ സെയിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ബേബി ബിബ് എന്ന് പറയുന്നത്. പുറം രാജ്യങ്ങളിലൊക്കെ നല്ല ഡിമാൻഡിങ് ഉള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ബേബി ബിബ് എന്ന് പറയുന്നത്. നമുക്ക് ഫാബ്രിക് സ്ക്രാപ്പ് വെച്ച് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈന് വെച്ചിട്ട് നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഒരെണ്ണത്തിന് നമുക്ക് എഡ്സൈ സൈറ്റുകളിൽ 300 രൂപ 450 രൂപയ്ക്കൊക്കെയാണ് സെയിലാക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇതേപോലത്തെ കീ ചെയിൻ പൗച്ചസുകളാണ്. കീ ചെയിനിൽ തന്നെയുള്ള നമ്മുടെ ATM കാർഡുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചെറിയ പൗച്ചസുകളാണ് കീ ചെയിൻ പൗച്ചുകളെന്ന് പറയുന്നത്. നമുക്ക് വളരെ ചെറിയ ഫാബ്രിക് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ഇയർഫോണുകളൊക്കെ സൂക്ഷിക്കാവുന്ന തരത്തിലും നമുക്ക് ഈ ഒരു കീ ചെയിൻ മോഡൽ
കീ ചെയിൻ പൗച്ചസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാൻ ഈ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് ഒരെണ്ണത്തിന് ഞാൻ എഡ്സൈയിൽ ഒരു 300 രൂപ 250 രൂപ റേഞ്ചിലാണ് സെയിലാക്കാറുള്ളത്. ഇനി ഇത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സ്ക്രാപ്പ് വെച്ചിട്ടുള്ള ടോയ്സും കാര്യങ്ങളും. ഇത് നമുക്ക് അയച്ചു തരുന്ന അവരുടെ സ്വന്തം ഫാബ്രിക് വെച്ചിട്ടും നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫാബ്രിക് സ്ക്രാപ്പ് വെച്ചുള്ള സോഫ്റ്റ് ടോയ്സ്. ഇനി ഇത് സെയിം ഫാബ്രിക് സ്ക്രാപ്പ് തന്നെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. മദേഴ്സ് ഡേ ഗിഫ്റ്റായിട്ടൊക്കെയാണ് ഇത് എഡ്സൈയിലും ഇൻസ്റ്റഗ്രാമിലും സെയിലൊക്കെ നടക്കാറുള്ളത്. ടീച്ചേഴ്സ് ഡേ, മദേഴ്സ് ഡേ ഒക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഒരു 500 പീസസൊക്കെ ഡെയിലി സെയിലാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രാപ്പ് വെച്ച് ചെയ്യുമ്പോൾ യുണീക്കായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. എല്ലാവരും തയ്യൽ മെഷീൻ വെച്ച് കുർത്തിയാണ് തയ്ക്കുന്നത്, ഞാനും അതേപോലെ തന്നെ ചെയ്യാം എന്നല്ല വിചാരിക്കേണ്ടത്. നമുക്ക് എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുക, അവിടെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം ഇരിക്കുന്നത്. നമ്മൾ കോയിൻ പൗച്ചസ് തയ്ക്കാറുണ്ട്, പക്ഷെ തയ്ക്കുമ്പോൾ അവരുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ചാണ് കോയിൻ പൗച്ചസ് ഞാൻ തയ്ക്കാറുള്ളത്. നിങ്ങൾക്കും അതേപോലെ കസ്റ്റമൈസേഷൻ അല്ലെങ്കിലും കോയിൻ പൗച്ചസ് തയ്ച്ചിട്ട് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ തയ്ക്കുമ്പോൾ അതിൽ നമ്മുടെ എന്തെങ്കിലും ഒരു യുണീക്ക് ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാൻ തയ്ച്ചിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റാണ്, നമ്മുടെ പെൻസിൽ പൗച്ചാണ്, പക്ഷേ ബുക്കിൽ അറ്റാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ബുക്ക് മാർക്കായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പൗച്ചാണ് ഇത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്ക്രാപ്പ് വെച്ചിട്ട് എപ്പോഴും കാണാറുള്ള തരത്തിലുള്ള പൗച്ചസ് തയ്ക്കാതെ ഇതേപോലെ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഹെഡ് ബാൻഡ് സീരീസിൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഇമേജസ് മാത്രം ഞാൻ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു പോട്ട് ഹോൾഡേഴ്സ് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരണം നമ്മൾ സാധാരണ കിച്ചണിൽ ടവൽസൊക്കെ യൂസ് ചെയ്താണ് പോട്ട് മാറ്റാറുള്ളത്. പക്ഷേ ഇതേപോലെ യുണീക്കായിട്ട് ചെയ്തത് വളരെ ഡിമാൻഡിങ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് കടകളിലും ഒക്കെ സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ളതും നമുക്ക് എഡ്സൈയിൽ കൂടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മാത്രമല്ല ഇപ്പം ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന എന്തിൻ്റെ ആയാലും സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ ക്ലോത്താണ്. ഈ ഒരു കുഷൻ കവറും നമ്മൾ ഫാബ്രിക് സ്ക്രാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സ്റ്റോറേജും കൂടി ഇൻക്ലൂഡാക്കി ചെയ്തിട്ടുള്ള ഒരു കുഷൻ കവറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾക്ക് വേണമെങ്കിൽ കുഷൻ കവർ സ്ക്രാപ്പ് വെച്ച് ചെയ്യാം. അതിനുപരി നമ്മളൊരു സ്റ്റോറേജ് കൂടെ വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ അടുത്ത കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു തുണിസഞ്ചി എന്ന് പറയുന്നത്. കൊറിയൻ ടോട്ട് ബാഗ് എന്ന പേരിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ സഞ്ചി തയ്ക്കുന്നതിന് പകരം ഇതേപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സെയിൽ കിട്ടാറുണ്ട്. ഈ ഒരു കൊറിയൻ ടോട്ട് ബാഗ് എന്നുള്ള പേരിൽ ന്യൂ ജനറേഷൻ്റെ ഇടയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോപ്പിങ്ങിന് മാത്രമല്ല, ഈ കോളേജിലൊക്കെ കുട്ടികൾ ഇതേപോലുള്ള ബാഗുകൾ ഇപ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കസ്റ്റമൈസേഷനും കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിക്ക് ഇതിൻ്റെ സെയിൽ കിട്ടുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ ഡയപ്പർ ചേഞ്ചിന് യൂസ് ചെയ്യുന്ന ഡയപ്പർ ചേഞ്ചിങ് മാറ്റാണ്. നമ്മുടെ ഇവിടെ അത് ട്രെൻഡിങ് അല്ലെങ്കിൽ പരിചിതമല്ലെങ്കിലും പുറം രാജ്യങ്ങളിൽ ഡയപ്പർ ചേഞ്ചിങ് മാറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. ഇത് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഡയപ്പർ ബാഗാണ്. അടുത്തത് നമ്മൾ മൊബൈൽ
പൗച്ചസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള മൊബൈൽ പൗച്ചസ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഇതേപോലെ സ്ക്രാപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിനേക്കാളും നല്ല ഐഡിയാസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ സ്റ്റോറേജ് വാൾ ഓർഗനൈസറാണ്. പരിമിതിയുള്ള വീടുകളിലും ഫ്ലാറ്റുകളിലുമൊക്കെ ഇതേപോലുള്ള സ്റ്റോറേജ് വാൾ ഹാങ്ങിങ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് എനിക്ക് നല്ല ഡിമാൻഡിങ് ആയിട്ട് നല്ല ഓർഡേഴ്സ് കിട്ടാറുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതേപോലത്തെ സ്ക്രാപ്പ് കർട്ടൻസ് എന്ന് പറയുന്നത്. കണ്ണടകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ പൗച്ചസുകളും നമ്മൾ ബാത്റൂം പൗച്ചസുകളും നമുക്ക് മെഡിസിൻ വെക്കാനുള്ള പൗച്ചസുകൾ ഒക്കെ നമുക്ക് സ്ക്രാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതേപോലെ ലൗണ്ടറി ബാഗുകളും നമുക്ക് സ്റ്റോറേജ് കാർഡുകളും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്റ്റിച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പേജിലോ അല്ലെങ്കിൽ എഡ്സൈയിലോ രജിസ്റ്റർ ചെയ്തിട്ട് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്ക്രാപ്പ് വെച്ചിട്ട് ഒരു ബിസിനസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് തയ്യലിലുള്ള മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ചെറിയ സമയമെടുക്കാത്ത പ്രോജക്റ്റുകൾ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഈ ഒരു മേഖലയിൽ വളരുവാനായിട്ടും നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ടും സാധിക്കും. എന്തിൻ്റെയെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യാറുള്ളതെന്ന്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ചലഞ്ചിലും കൂടി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്